നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 24-ാം തീയതി 24/5/2025 അന്നേ ദിവസം ഒരു പരീക്ഷയുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് ഫേസ് പ്രിലിമിനറി പരീക്ഷയാണ് നടക്കുന്നത്. ഇത്തവണത്തെ പ്രത്യേകത അറിയാം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ, അതിന് മെയിൻസ് ഉണ്ട്. മെയിൻസ് എന്ന് പറയുന്നത് പേപ്പർ 1ഉം പേപ്പർ 2ഉം എന്ന രീതിയിൽ 100 മാർക്ക് വീതമാണ് നടത്തപ്പെടുന്നത്. അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവും ചിലപ്പോൾ അതിനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഒരു പുതിയ പാറ്റേണിൽ വരുന്ന പരീക്ഷ പൊതുവെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെൻഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനെ വലിച്ചു വാരിയൊന്നും പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടുക, പ്രിലിംസ്, അതാണ് ആദ്യത്തെ പോംവഴി എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം അല്ലെ, ഇംഗ്ലീഷിന് 20 മാർക്കുണ്ട്, മാത്സിന് 20 മാർക്കുണ്ട്, മലയാളത്തിന് 10 മാർക്കുണ്ട്. ഇതിന് മൂന്നിനും കൂടി ടോട്ടൽ വരുന്നത് 50 മാർക്കാണ്. അതേപോലെ ഇപ്പുറത്ത് നോക്കിയാൽ നമുക്ക് ഏതാണ്, നമ്മുടെ ഹിസ്റ്ററി ഉണ്ട് 10 മാർക്കിന്, ജോഗ്രഫി 5 മാർക്കിന്, സിവിക്സ് 5 മാർക്കിന്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്, എക്കണോമിക്സ് 5 മാർക്കിന്, പിന്നെ 10 മാർക്കിന് ആർട്ട്, ലിറ്ററേച്ചർ മുതലായ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 5 മാർക്കിന് IT വരുന്നുണ്ട്, 5 മാർക്കിന് സയൻസ് ആൻഡ് ടെക്നോളജിയും വരുന്നുണ്ട്. അങ്ങനെ 5 5 10 20 25 30 35 40 50 ഇതാണ് മാർക്കിന്റെ പാറ്റേൺ. ഇത് നോക്കിയാലും 50 മാർക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കടക്കാനായിട്ട് നമുക്ക് നേടേണ്ടുന്ന മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ എന്ന് വെച്ചാൽ 50% മാർക്കാണ് നമ്മൾ മാക്സിമം കണക്കാക്കുന്നത്. പ്രിലിമിനറി പരീക്ഷ പാസ്സാകുവാനായിട്ട് കണക്കാക്കുന്ന മാർക്ക് 50% മാർക്കാണ്. ഏകദേശം ഒരു 30,000-ഓളം ആളുകളെങ്കിലും മെയിൻ പരീക്ഷ എഴുതും എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ. മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെ ഒരു ശരാശരി 30,000 അല്ലെങ്കിൽ 25,000 to 30,000 ഒക്കെയാണ് മെയിൻ പരീക്ഷയ്ക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 ഘട്ടങ്ങളിൽ നിന്നും അത്രയും ആൾക്കാരെയൊക്കെ ചിലപ്പോൾ സെലക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും അതേപോലെ LSTDക്കും ഒക്കെ ഇത്രയും ആൾക്കാരെ തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 50% മാർക്ക് നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ 50% മാർക്ക് നേടുമ്പോൾ എങ്ങനെ ശ്രമിക്കണം എന്നുകൂടിയുണ്ട് അല്ലെ. ഇവിടെ ഈ 50 മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനും കണക്കിനും കൂടിയാണ് 50 മാർക്ക്. ഇതില് നമ്മൾ പരമാവധി ഒരു 35 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചെയ്യാനാണ് ശ്രമിക്കുക. 30 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾ, മാക്സിമം 35, അതിന് മുകളിൽ കയറി ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഇപ്പുറത്ത് GK മേഖലയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ശരാശരി ഒരു 35 ചോദ്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ ഒരു 70 ചോദ്യങ്ങൾ, അതായത് ഒരു 30 മുതൽ 35 വരെ അത്രയും ചോദ്യങ്ങളും അത് 2 സെഗ്മെന്റിലും ചെയ്യാനായിട്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 60-നും 70-നും ഇടയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നമ്മൾ ചെയ്യുന്നതിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഒരു 10ഓ 12ഓ നെഗറ്റീവായി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ 70 നമ്മൾ ചെയ്തു, ഒരു 12 നമുക്ക് നെഗറ്റീവായി, അപ്പോൾ 58 ശരി നമുക്കുണ്ട്, 12 തെറ്റുകൊണ്ട്. അപ്പോൾ അതിന്റെ ആനുപാതികമായിട്ട് നോക്കിയാൽ 4 മാർക്ക് കൂടി കുറച്ചാൽ ഒരു 54 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഓവറായിട്ട് ചെയ്യാൻ പോകേണ്ട കാര്യം, ഇവിടെ കൂടുതൽ മാർക്ക് മേടിച്ചത് കണക്കിലെടുക്കില്ല റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ. അവിടെ കണക്കിലെടുക്കുന്നത് 2ാമത്തെ മെയിൻ പരീക്ഷയുടെ മാർക്കാണ് കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ തന്ത്രപരമായൊരു സമീപനം, പരമാവധി തെറ്റുകൾ വരുത്താതെ നമുക്ക് വേണ്ടുന്ന ഒരു മാർക്ക് 50% മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്ന ഒരു നിഗമനത്തിൽ വേണം ഈ ഒരു പരീക്ഷയ്ക്ക് പോകുവാനായിട്ട്. നമ്മളിനി ഒരുപാട് വലിച്ചുവാരി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ ഒരു ദിവസം കിട്ടും. ആ നാളത്തെ ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമെന്ന് 100% ഉറപ്പുള്ള 2 മേഖല വെച്ചാൽ ഒന്ന് കണക്ക് കിട്ടും, മറ്റൊന്ന് ഇംഗ്ലീഷ് കിട്ടും. ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ നോക്കിയാൽ ഇംഗ്ലീഷിൽ നിന്ന് ഒരു 15 എണ്ണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, കണക്കിൽ നിന്നും ഒരു 15 ചെയ്യാൻ ശ്രമിക്കുക. മലയാളം അവനവന്റെ യുക്തി പോലെ ചെയ്യാം. അപ്പൊ 15 15 30 കൂടെ തന്നെ കിട്ടി ചെയ്യാനായിട്ട്. മാർക്കല്ല, ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. വൊക്കാബുലറി പാർട്സിൽ നിന്നും വേണമെങ്കിൽ സിനോണിംസും ആന്റോണിംസും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ, കാര്യം കിട്ടാവുന്നതല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. പിന്നെ ഇവിടെയും സെലക്ട് ചെയ്ത് പഠിക്കാം. ഏതെങ്കിലും മേഖലകൾ നമുക്ക് ഒഴിവാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാം. കാര്യം ചെറിയ ടോപ്പിക്കുകൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് ചെറിയ ടോപ്പിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് ചെറിയ ടോപ്പിക്കാണ്, സിവിക്സ് ചെറിയ ടോപ്പിക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ചെറിയ ടോപ്പിക്കാണ്. അത് ഒഴിവാക്കേണ്ട കാര്യമില്ല, അത് നിർബന്ധമായിട്ടും പഠിച്ചെടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇവിടെ ഏൻഷ്യന്റ്, മെഡീവല്, മോഡേൺ, വേൾഡ്, ഈ 4 ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്ക് വീതമാണുള്ളത്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി സെഗ്മെന്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. വേൾഡ് ഹിസ്റ്ററി വളരെ കുറച്ചേ ഉള്ളൂ, കേരള ഹിസ്റ്ററിയും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം.
പിന്നെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ പഴയ കാലം തൊട്ട് തന്നെ പഠിച്ചു വരുന്നതാണ്. 10 മാർക്കിനുണ്ടാവും. ചെറിയ ടോപ്പിക്കാണ്, അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയ ടോപ്പിക്കാ, പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ IT യും വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി റിവിഷൻ നടത്തേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പരമാവധി ചെയ്യേണ്ടത് 35 മേളിൽ GK ഒന്ന് ചെയ്യാൻ പോകണം. 30-35. അതേപോലെ നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ മാത്സ് മേഖലയിൽ നിന്ന് ഒരു 30-35, അങ്ങനെയൊക്കെ ഒരു 60-നും 70-നും ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് അറിവുള്ളത് കാണും. ഒന്ന് ചെയ്ത് നോക്കിയാൽ 50 മാർക്കിന് മുകളിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ആ 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് യോഗ്യത നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.